എന്റെ ഷർട്ടാണ് എന്താ അടിച്ചു മാറ്റിയേ ആകെ ഒറ്റത്താണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് പക്ഷെ ഓനിന് ഇടൂലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇടും. ഞാൻ കൊറേ ഷർട്ട് മുന്നേ എന്റെ കണ്ടു വെച്ചിട്ടുണ്ട്. എന്നറിയാം ഈ പേന ഉണ്ടാ പേന ഒരു ഷേപ്പിലുണ്ട ഇവളെ വീപ്പിച്ചിട്ട് എന്തോ എന്റെ സൈഡൊന്നും ചളങ്ങിയിട്ട് പോലെയുള്ള. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് രാവിലെ തന്നെ നല്ല കുളിച്ച് കുട്ടപ്പനും കുട്ടപ്പിയലായിട്ട് നമ്മൾ എവിടെ പോവാണ്? നമ്മള് അമ്പലത്തിൽ പോവാണ്. അതെ, അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. 1-ാം തീയതി മുതലേ വിചാരിക്കുന്നുണ്ട് അമ്പലത്തിൽ പോകണം. 1-ാം തീയതി പോകാന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ഇഷ്യൂസ് എല്ലാം ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അപ്പം അതിന്റെ അടുത്ത ദിവസം എല്ലാം നമ്മള് വിചാരിക്കും, ഓരോ ദിവസവും വിചാരിക്കും. പക്ഷെ നമ്മള് ലേറ്റ് ആയി ഇപ്പൊ 10 മണിയായി. ലേറ്റ് സാധാരണ നമ്മൾ 6 മണിക്ക് എണീക്കുന്നത്, നമ്മളിപ്പോ 10 മണിക്ക് എണീക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ ലേറ്റ് ആയിട്ട് എണീക്കണം. പിന്നെ ഈ പുതിയ വർഷത്തിലെ നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. അതെ, മറ്റേ കറക്റ്റ് ഡേ ന്യൂ ഇയർ ആണ് അല്ലേ? നമ്മള് ഫസ്റ്റത്തെ വീഡിയോ ആണ്. പക്ഷെ നമ്മൾ മിനിമം ഒരു 7-8 ഇന്ന് ഇപ്പൊ 6-7 നമ്മള് 8, 9, 10 ആയിരിക്കും. അതെ, നമ്മള് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമ്മള് ഇന്ന് ഫസ്റ്റ് നമ്മൾ സൺഡേ ആണ്. ഇന്ന് ഈ ന്യൂ ഇയറിലെ ഫസ്റ്റ് സൺഡേ ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അതെ, ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് അമ്പലത്തിൽ പോവാണ്. അമ്പലത്തിൽ പോയി കുറേ ആയി അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കും, നടക്കുന്നേ ഇല്ല. അപ്പൊ അമ്പലത്തിൽ പോവാ. പിന്നെ കുറെ നമ്മളിപ്പോ ഫുൾ വീഡിയോസ് ഇടാറില്ല. കാരണം വെച്ചാൽ കുറെ ഇഷ്യൂസിലോട്ട് നമ്മളിങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരുന്നു. എന്റെ ജഡ്ജൊക്കെ സുഖമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്റെ അമ്മമ്മ അല്ല, എന്റെ അച്ഛൻ അല്ല, അമ്മേന്റെ അച്ഛന്റെ പെങ്ങളുണ്ട്, മേമ എന്ന് പറയുന്നത്. നമ്മള് വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാകും. അപ്പൊ മേമക്ക് സുഖമില്ലായിരുന്നു. എല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ പുറകെ കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് വേണ്ടില്ല. ഇപ്പൊ നമ്മൾ പെട്രോൾ അടിക്കാൻ പറ്റില്ല. അതെ, കോപ്പാലത്ത് പെട്രോൾ അടിക്കാൻ പറ്റും. നമ്മൾ കോപ്പാലത്തേ അടിക്കുള്ളൂ. കാരണം ചെറിയ ചെറിയ വിഷയമാണല്ലോ. അതെ, കേരളത്തിൽ എത്ര 105, 106 എത്ര തന്നെ ദൈവത്തിനറിയാം. ഒന്ന് കുപ്പി വാങ്ങാൻ. അപ്പൊ അങ്ങനെ നമ്മള് പെട്രോൾ അടിക്കാൻ പറ്റില്ല. ഈടുന്നതിന് നേരെ പെട്രോൾ അടിച്ചിട്ട് വേണം നമ്മൾ അമ്പലത്തിൽ പോവാൻ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടുന്ന് നമ്മളിപ്പോ പെട്രോൾ പമ്പിൽ എത്തി. അതെ, കൈവേദന എടുക്കാൻ തുടങ്ങി. എന്തൊരു കഷ്ടാണ്. ഇവരെ ഇവിടുന്നേ അടിക്കുള്ളൂ. ആദ്യം ഇവിടെ കുറെ പെട്രോൾ പമ്പ് ഉണ്ട്. ആദ്യമൊക്കെ നമ്മള് റിലയൻസ് അടിക്കല്, പിന്നെ കുറച്ചു നേരം ഭാരത് അടിക്കലുണ്ട്. പക്ഷെ മൈലേജ് കുറച്ച് കൂടുതൽ കിട്ടുന്ന HP ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് അടിക്കല്. അപ്പൊ എന്നാലും പെട്രോൾ അടിക്കട്ടെ, ബാക്കി എന്നിട്ട് കാണാം. അപ്പൊ നമ്മളിതാ മുന്നേ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞാ. അതെ, പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞ് നമ്മളിതാ അമ്പലത്തിലേക്ക് പോകാന്ന്. നമ്മൾ പള്ളൂരിലെ അമ്പലത്തിൽ നമ്മളെപ്പോഴും പോകുന്നത്, നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ കൂടുതലും പോകുന്ന അമ്പലത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോട്ടെ. ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ എന്ന് വെച്ചാൽ എപ്പോഴും മീൻസ് വീഡിയോ കാണുന്നവർ കണ്ടു മടുത്തായിരിക്കും ആ സ്ഥലവും അതൊക്കെ. അതുകൊണ്ട് നമ്മൾ വെറുതെ കാണിക്കുന്നില്ല. അതിന്റെ നടുക്ക് നാം മുന്നേറ്റത്തെ കൈ പൊള്ളിച്ചാണുള്ളത്. രാവിലെ തന്നെ ചങ്ങായി എന്ത് ചെയ്ത് ചൂടുവെള്ളം ആക്കിയതാ. ചൂടുവെള്ളം ആക്കിയ മറ്റേ പാത്രമില്ല, സ്റ്റീലിന്റെ പാത്രം നൈസായിട്ടൊന്ന് തൊട്ടതാ. ഒരു 10 സെക്കൻഡ് ആയിട്ട് വെച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ വെച്ചാൽ ചൂടുണ്ടാവില്ല. അങ്ങനെ എടുത്തരം നേരെ കൈവളിത പൊക്കള പൊന്തിച്ചിട്ടുണ്ട് വെയിലിങ്ങനെ. അപ്പൊ അങ്ങനെ എന്തൊരു ചൂടാന്നറിയ. ഇവര് ഈ മനുഷ്യനെ ഇടുന്നില്ല, എന്ത് ചെയ്യാനാണ്. അപ്പൊ നമ്മളതിന് എന്തായാലും അമ്പലത്തിലേക്ക് പോട്ടെ. അതിനുശേഷമുള്ള വിശേഷങ്ങൾ എന്നിട്ട് കാണിച്ചു തരാം. നമ്മളിത് അമ്പലത്തിന് തൊഴുതിറങ്ങുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വിശപ്പ്. നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകണമെന്ന് വെച്ചു. പക്ഷെ വിശപ്പ് കൊണ്ട് നമ്മൾ വിചാരിച്ച് ലൈറ്റായിട്ട് ഒരു കോഫിയോ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ MRI, നമ്മളെ സ്ഥിരം പ്ലേസ് ആയിട്ടുള്ള MRIയിൽ പോയി അവിടെ നിന്നൊരു കോഫി പ്ലസ് കല്ലുമ്മക്കായ, നമ്മൾ അരിക്കടക്കാന്ന് പറയാം, അരിക്കടക്കയും വാങ്ങി 2 എണ്ണം വാങ്ങി. 1 എനക്കും 1 മുന്നേണ്ടും. അത് കഴിഞ്ഞ് വീണ്ടും വിശപ്പ് വീണ്ടും 2 എണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതാ കല്ലുമ്മക്കായ എല്ലാവർക്കും എടുത്തു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, ഒന്നും തിന്നിട്ടില്ലല്ലോ. അപ്പം നമ്മൾ തിന്നാണ്. അതിൻ്റെ മുന്നേണ്ട കോഫിയൊക്കെ കുടിച്ച് അപ്പം നമ്മൾ വേഗം പച്ചക്കറി വാങ്ങാൻ പോട്ടെ. അപ്പൊ ഇതാ നമ്മള് ചായയൊക്കെ കുടിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ചായയൊക്കെ കുടിച്ചു, കല്ലുമ്മക്കായൊക്കെ തിന്നു. എന്നിട്ട് നമ്മളിതാ കാപ്പി കുടിച്ചു, കല്ലുമ്മക്കായ തിന്നു. എന്നിട്ട് നമ്മളിതാ ഇപ്പം ഇവിടത്തേക്ക് വന്ന് പച്ചക്കറി വാങ്ങാൻ പോവാന്ന്. നമ്മള് മീൻസ് ആഴ്ചയിലോ അല്ലെ പച്ചക്കറി തീരുന്നതിനനുസരിച്ചാണ് വാങ്ങല്. അപ്പൊ പച്ചക്കറി തീർന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് പച്ചക്കറി
മാസം വാങ്ങിച്ചിട്ടേ ഇല്ലല്ലേ? അതെ, ഈ മാസം വാങ്ങിച്ചു ഉണ്ടായിരുന്നു കുറച്ച്. പിന്നെ കുറച്ചായിട്ട് ഇങ്ങനെ ആടുന്ന ഇവിടുന്ന് വാങ്ങലാണ്. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ഓടാൻ വന്നിട്ടാകുമ്പോൾ ഫ്രഷ് രാവിലെ തന്നെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വാങ്ങല്. ഇപ്പൊ കുറച്ചായിട്ട് ഓടാനും വരാത്തതുകൊണ്ട് അതൊന്നും നടക്കില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ രാവിലെ തന്നെ വാങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ പഴയ സ്റ്റാൻഡിൽ നമ്മൾ എപ്പോഴും വാങ്ങുന്ന പച്ചക്കറി പീടികയിൽ പോവാണ്. ഇന്ന് ഉണ്ടാവുമോ ദൈവത്തിനുള്ള, സൺഡേ ആണ്, ഉണ്ടാവുമെന്ന് പ്രതീക്ഷയിൽ നമ്മൾ വണ്ടി വിട്ടോണ്ടിരിക്കുകയാണ്. അതെ, അപ്പൊ ഇനി പച്ചക്കറിയൊക്കെ വാങ്ങട്ടെ. പിന്നെന്താ, പിന്നെ നേരെ വീട്ടിൽ പോവാ. കുറച്ച് ഷോർട്സ് എടുക്കണം. നമ്മള് ഷോർട്സ് ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മളിപ്പോ ഡെയിലി ഷോർട്സ് ഇടലുണ്ട്. അപ്പൊ ഷോർട്സ് എടുക്കണം. അതിനെ എങ്ങനെയാണ് ഇടുന്നത്? ചിലപ്പോ ഇടുന്നതിന്റെ 10 മിനിറ്റ് മുന്നേ എടുക്കുക. കാരണം വെച്ചാല് നമുക്ക് ഒന്നാമത് ടൈം മുന്നാട്ടിന് വർക്കിനെല്ലാം പോകുന്നതുകൊണ്ട് ടൈം കിട്ടുന്നില്ല എടുക്കാൻ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കുറെ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എടുക്കാനേ പറ്റാറില്ല. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ ചിലപ്പോ രാവിലെ എടുക്കൂ, അല്ലെങ്കിൽ ഇടുന്നതിന്റെ സ്റ്റോക്ക് ആക്കി വെക്കണം. പക്ഷേ സ്റ്റോക്ക് ആക്കിയാലല്ലേ പിന്നെ എടുക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് എടുക്കാൻ പറ്റലേ ഉണ്ടാവൂല. അപ്പൊ നേരെ പോവാം. അപ്പൊ അങ്ങനെ ആയിട്ട് നമ്മള് ഇനിയിപ്പം ഇന്ന് എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇന്നും നടക്കും തോന്നില്ല. ഇന്നിപ്പോ ഒന്നെങ്കിൽ എടുത്താലേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വടകരയൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മള് റിലേറ്റീവിന് സുഖമില്ലായിട്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോകണം. പിന്നെ മുഴപ്പിലങ്ങാട് മേമ ഇന്നലെയാണ് ഡിസ്ചാർജ് ആയത് മേമ. അപ്പൊ അവിടത്തേക്ക് പോകണം. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ നമ്മളിതാ പച്ചക്കറിപ്പീടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളിപ്പം പച്ചക്കറിപ്പീടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങട്ടെ. എന്താണ് അവസ്ഥ? ഞാൻ പച്ചക്കറി ഇന്ന് പച്ചക്കറി വരൂല പോലും. ആ കാണുന്നതനുസരിച്ച് മര്യാദക്കൊന്നും ഇല്ല അവിടെ, തീരെ ഇല്ല സാധനങ്ങള്. പിന്നെ ഉള്ളതാണെങ്കിൽ കുറച്ച് വാടിയതും മീൻസ് അത്ര നല്ലതല്ല. അപ്പൊ നാളെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ ഇനി രാവിലെ വരുള്ളൂ, നാളെ പോരും. മീൻസ് നമ്മൾ എപ്പോഴും വരുന്നതുകൊണ്ട് അവർക്ക് അറിയാം. അപ്പൊ പറഞ്ഞു നാളെ രാവിലെ പോരിന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നാളെ രാവിലെ നമ്മൾ പച്ചക്കറി വാങ്ങുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പച്ചക്കറി ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, കം ഓൺ ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മളിതാ വീട്ടിലെത്തി ദോശ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വീട്ടിലെത്തി കുറെ സമയം കിടന്ന് മടി പിടിച്ച് കിടന്ന് എനിക്കിതാ ഇപ്പാണ് ദോശ ഷോർട്സ് എടുക്കണം അത് നോക്കി വെറുതെ ഇങ്ങനെ കിടന്ന് സത്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല കാര്യം. എനിക്ക് പിന്നെ അപ്പത്തേക്ക് 12 മണിയൊക്കെയായി. ഇനിയിപ്പോ രാവിലെ ഇനി നിന്നിട്ടില്ലെങ്കിൽ ഉച്ചക്കത്തെ പിന്നെ നമ്മൾ 4 മണിക്കുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചി ഇപ്പൊ തിന്നാണ്. അപ്പൊ ഇത് ദോശ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദോശക്ക് വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല. എന്ത് റൗണ്ട് ഷേപ്പ് അല്ലാതെ ഉള്ളു, വേറെ എന്തൊക്കെയോ റൗണ്ട് ഷേപ്പ് അല്ലാത്തതിന്റെ കാരണം എന്താ പറയാ, ഈ പാന ഉണ്ടാ പാന ഒരു ഷേപ്പിലാണ് ഇവിടെ വീപ്പിച്ചിട്ട് എന്തോ എന്റെ സൈഡൊന്നും ചളങ്ങിയിട്ട് പോലെയുള്ള സൈഡ് മാത്രം. പക്ഷെ ദോശ കുഴപ്പമില്ല. മസാല ദോശ മസാല ഇടണം ഇതിനകത്ത്. ഇവന് മസാല നമ്മളുടെ മസാല ഉള്ളിലിട, ഇവന് മസാല ഉള്ളിലിട്ട്, ഇവന് പുറത്താണ് മസാല. അതുകൊണ്ട് ഞാൻ പുറത്തിട്ട് കൊടുക്കാന്ന് വെച്ചു. 2 മസാല ദോശ ഹെവി ആവും, അതുകൊണ്ടാണ്. 2 വേണ്ട ദോശ വേണം. മസാല ഒന്നിനും മസാല പുറത്ത് മതി, എനിക്ക് ഉള്ളിൽ വേണ്ട. അപ്പൊ നമ്മളിതാണ് ഉള്ളിലാക്കുന്ന ഇഷ്ടം. അപ്പൊ നമ്മളിതാ 2 ദോശ. ഇനി പനക്ക് ഒരു ദോശ ഇട്ട് നമ്മള് ദോശ ചുടലങ്ങ് നിർത്തും. കല്ലുമൊക്കായി കഴിച്ചോണ്ട് വിശപ്പ് കുറവാ. ദോശ റെഡി ആയിട്ടുണ്ട്. എടുക്കൂ. നെക്സ്റ്റ് ദോശ അനക്ക് ഒരൊറ്റ ദോശ കറക്കിയെടു. ദോശ ഇങ്ങനെ മറിച്ചിടാൻ പറ്റും, പാൻ ഇങ്ങനെ ചാടിയിട്ട് ദോശ ഇങ്ങനെ ചാടുന്ന സമയത്ത് ചിലപ്പോ ദോശ ഇടിങ്ങ ഇടിയുടെ ഉള്ളിലെല്ലാം ഉണ്ടാവും. അപ്പൊ അവന് ചാടി പിന്നെ യൂസ് ചെയ്യാൻ കഴിയണം. അപ്പൊ നമ്മൾ എനിക്ക് ദോശ വേണ്ടല്ലോ 2 വരാം. അപ്പൊ നമ്മൾ ദോശ ഇടാൻ നിർത്തിയിരിക്കും. അതൊക്കെ ഒരു ദോശ വേണ്ടു. നെയ്യാക്കട്ടെ, നല്ല പശു നെയ്യ്. മറ്റേ സാധനം ഇല്ലേ അതിന്റെ പേര്, നെയ്യാക്കിയിട്ടുള്ള നെയ്യ് പഞ്ചസാര കാരമൽ. അത് വേണ്ട, മതി. പഞ്ചസാര നമ്മൾ കുറച്ചിരിക്കുകയാണ് ഗൈസ്. പഞ്ചസാര അങ്ങനെ ഉപയോഗിക്കില്ല അല്ല, ഷുഗർ പഞ്ചസാര ഇപ്പൊ നമ്മള് ആർക്ക് ഷുഗർ കുറവാണ്, അങ്ങനെയല്ല, ഷുഗർ ഉപയോഗിക്കുന്ന കുറവാണ്. അതെ, ഷുഗർ ഉപയോഗിക്കുന്ന കുറവാണ് എന്ന് വെച്ചിട്ട് അപ്പൊ ഐസ്ക്രീം ഒന്നുണ്ടേ അത് കുറവാണ്. ഈ മാസം ഞാൻ ആകെ ഒരൊറ്റ ദിവസം ഒരൊറ്റ ഐസ്ക്രീം. ഈ മാസം തുടങ്ങിയിട്ട് ആകെ ഇന്നത്ര 7 സാധാരണ ഞാൻ ഈ ദിവസത്തിൽ 7 ഐസ്ക്രീം മിനിമം തിന്നണം. പോട്ടെ, ഒരു 6 ഐസ്ക്രീം തിന്നണം. പക്ഷെ ഇന്ന് ഞാൻ ഒരൊറ്റ ഈ മാസം ഞാൻ തുടങ്ങിയിട്ട് ഒരൊറ്റ ഐസ്ക്രീം ഈ മാസം ഇല്ല. അപ്പൊ എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞ ഭാഗത്ത് ഇന്നോട് ചൂടോടെ ദോശ എന്നാലേ കുണം ഉണ്ടാവുള്ളൂ. ദോശ പിന്നെ ഒരു കുണം ഉണ്ടാവില്ല. അതുകൊണ്ട് വേഗം തിന്നോ. കമൺ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഞാനിതാ ഉള്ളില് ദോശേന്റെ മസാല വെക്കാൻ ചെയ്യല്. ഇവന് ദോശ മസാല വേറെ തന്നെ വെക്കണം. ഇങ്ങനെ ആക്കിയാല് വേഗം വയറ് ഫുള്ളായി പോകും. മറ്റേ നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്താൽ പോരെ.
ഇവിടെ ഉള്ളിലാക്കി പുറത്താക്കി തിന്നു കണക്കിനല്ലേ? കണക്കന്നെയാ. പക്ഷെ ദോശ എന്ന് വെച്ചാൽ മസാല ദോശ ഇങ്ങനെ ഉള്ളിലാക്കി കുറച്ച് ഇതെല്ലാം ഇത് കരഞ്ഞ് നല്ല അങ്ങനത്തെ ക്രിസ്പി ദോശ. അങ്ങനെ എന്റെ ദോശ റെഡി ആയിട്ടുണ്ട്. രാവിലെ എനിക്ക് ഉള്ളിട്ടാണ് ഇവന്റെ ദോശ മസാല നമുക്ക് ഇതാക്കത്തുള്ളൂ. എനിക്ക് അങ്ങനെ പുറത്തേക്ക് ഇഷ്ടം. പുറത്ത് ദോശേന്റെ മസാല ആക്കുന്നത് എനിക്ക് ഇഷ്ടം. ദോശന്റെ മസാല ആക്കുന്നതല്ല, കറി പോലെ കൂട്ടി തന്നേ ഇഷ്ടം അറിയുന്നതൊക്കെ നല്ല പിടിച്ച ചട്നി. സെറ്റ്. മതി 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 മതി. അന്തസ്. ഫുഡ് കഴിക്കുമ്പോ TV ഇല്ലാണ്ട് ഒരു കളിയില്ല. ഞാൻ ഇതാ ഗോസ്റ്റ് ഓഫ് സിൻ കാണുകയാണ്. അപ്പൊ ഇതാ സമയം 2 മണിയായി. നമ്മൾ ഫുഡ് കഴിക്കാന്ന്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബീട്രൂട്ട് വറവ്, പിന്നെ അയിലക്കറി, പിന്നെ ചിക്കൻ പൊരിച്ച, പിന്നെ ചോറ്, മീൻ പൊരിച്ചിട്ടുണ്ട്. മീൻ പൊരിച്ച പക്ഷെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അനക്കില്ല. പിന്നെ ഇന്നലത്തെ കുറച്ച് മന്തി ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഉണ്ട്. അതും കൂടി നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് തിന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് തിന്നിട്ടാണ് അത് തിന്നാൻ. അതെ, ഒരേ തീറ്റ. എന്നിട്ട് നമുക്ക് ഇന്ന് എവിടെയൊക്കെയോ പോണം. വടകര പോണം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ തിന്നിട്ടേ വേഗം വിശക്കും. ഞാനിപ്പോ അയില പൊരിച്ച അയിലക്കറിയിലെ അയില എന്നുണ്ട്. അയിലക്കറിയിലെ അയിലാണ് മത്തി തിന്നാൻ പറ്റുക. അങ്ങനെയല്ല, കറിയിലെന്നല്ല, പൊരിച്ചാകുന്നതാണ്. ഇപ്പൊ കറിയിൽ ചിക്കൻ വെച്ച സിനിമ കേട്ടാ. ബൈ ബൈ. അപ്പം ഫുഡെല്ലാം കഴിച്ച് ഇനി പോവാണ്. വടകര പോവാണ്. വടകര നമ്മള് റിലേറ്റീവിന്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. ചില പരിപാടിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുഴപ്പിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മളിത് ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത് എന്റെ ഷർട്ടാണ് അടിച്ചു മാറ്റിയേ. ആകെ ഒറ്റത്താണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് പക്ഷെ ഓനിന് ഇടൂലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇടും. ഞാൻ കുറെ ഷർട്ട് മുന്നേ കണ്ടുവെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബനിയന്റെ കൂടി ഇങ്ങനെ ഓവർ സൈസ്ഡ് ഷർട്ടായിട്ട് നമ്മൾ ഇടുമല്ലോ. അപ്പൊ കുറെ ഷർട്ട് ഞാൻ ഇങ്ങനെ കണ്ടുവെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടാ, വൃത്തിയാക്കിയാണ്ട മൊത്തം റൂം. ഇവിടെ മേക്കപ്പ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടില്ല കേട്ടാ. എല്ലാവരുടെയും വിളിച്ചു വാരിയിട്ടുണ്ടാവും. കണ്ടാ റൂമിന്റെ അവസ്ഥ ഉണ്ടോ? ഇന്നലെ എല്ലാം വൃത്തിയാക്കിയതാ. ഇപ്പൊ നോക്കിയാ, എന്നിട്ടാ പിന്നെ വൃത്തിയാക്കിയില്ല. അതിന് പോയിട്ട് വാങ്ങിച്ചല്ലേ എല്ലാവരും എല്ലാ പെമ്പിളും അങ്ങനത്തേക്ക് ആദ്യം വിളിച്ചു വാരി ഇട്ടിട്ട് പിന്നെ പോയിട്ട് വന്നിട്ടായിരിക്കും വൃത്തിയാക്കുക. അതെല്ലാരും അങ്ങനെ. നീ പോയിട്ട് വന്നിട്ട് വൃത്തിയാക്കിയല്ലേ. അപ്പൊ ഇതാ നമ്മള് പോവാണ്. ഞാൻ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി മുന്നേ ഷർട്ടൊക്കെ ഇട്ട്. ഇത് പക്ഷെ വലിയ പളാക്ക കൈ നോക്കിയട്ടെ. ഇത് ഞാൻ കുറച്ച് ടൈറ്റ് ആയി. ഇത് ഭയങ്കര ലൂസ്. ഇത് എക്സൽ സൈസ് അല്ലേ. എനിക്ക് വെറും മീഡിയം വേണ്ടു. അപ്പൊ ഞാൻ കുറച്ച് ടൈറ്റ് ആക്കാൻ വെച്ചിട്ട് പക്ഷെ ടൈറ്റ് ആക്കുമ്പോൾ ടൈം കിട്ടില്ല. അപ്പൊ ഇനി പോണ ദിവസം പിന്നെ ഞാൻ വെച്ചു അത് ചൂടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വെച്ചില്ല നമ്മൾ വേഗം കഴിഞ്ഞോ. അപ്പൊ നമുക്ക് പോവാ. നമ്മള് ഫുൾ ഇന്ന് ബിസി ആയിപ്പോയി ഗൈസ്. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി നമ്മൾ അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മള് വടകര പോകുന്ന അത് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞ അത് കഴിഞ്ഞ് നമ്മള് പിന്നെ ഫുൾ എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാറിൽ ഡ്രൈവ് ചെയ്ത് വടകര പോയി അവിടെ 1-2 റിലേറ്റീവ്സിന്റെ മീൻസ് സുഖമില്ലായെങ്കിൽ അങ്ങനെ കാണാൻ പോയതാ. അപ്പൊ അതൊക്കെ ആയി നമ്മൾ നേരെ വീട്ടില് ലേറ്റ് ആയി എത്തുമ്പോ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി ഇത് ഞാൻ കുളിക്കാൻ പോവാണ്. കുളിച്ച് അപ്പാട് കിടന്നു. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മളെ സൺഡേ ഫണ്ടേ. ഇന്നത്തെ മീൻസ് എല്ലാ ദിവസവും ഒരേപോലെ. അപ്പൊ ഇന്നത്തെ സൺഡേ ഇങ്ങനെയാണ്. കാരണം ഇങ്ങനെ പോണ്ടെല്ലാം വന്നോണ്ട് പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടില്ല. അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും നമ്മളിങ്ങനെ രണ്ടാം പോകുന്നല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതും ഉണ്ടാവും. ഇതിപ്പോ അതും ഇല്ലാത്ത അവസ്ഥ. വെറുതെ അങ്ങനെ പോകുമ്പോ അടിക്കണം. വെറുതെ ഇങ്ങനെ കാര്യമില്ല. അത് പറയാൻ അതിന് ഈ വൈൻഡപ്പെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അത് വരിക. അതുണ്ട്. രാത്രി 12 മണി ചിലപ്പോ ഉറങ്ങിയിട്ടെല്ലാം ഞെട്ടിയിട്ടാ പോവാ. ചില സമയത്ത് ഉറങ്ങുമൊന്നുമില്ല. അതിന് മുന്നേ നമ്മളിങ്ങനെ ഫോണെല്ലാം കളിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോ പെട്ടെന്ന് ഒന്നെങ്കിൽ മുന്നേ വിശക്കും, അല്ലെങ്കിൽ എനക്ക് വിശക്കും. ചിലപ്പോ വിശപ്പായിരിക്കും, ചിലപ്പോൾ ജ്യൂസ് കുടിക്കാനുള്ള പൂതി, ഷെയ്ക്ക് കുടിക്കാനുള്ള പൂതിയിലായിരിക്കും. അപ്പൊ എന്തെങ്കിലും നൈസായിരിക്കും ചായ കുടിക്കാൻ. അപ്പൊ നൈസായിട്ട് 12-1 മണിക്ക് അങ്ങനെ എഴുന്നേക്കും. ഡ്രസ്സൊക്കെ മാറ്റി ചിലപ്പോൾ ഇതെന്നെ കാറിലാ പോകുന്നെങ്കിൽ ഇതന്നെയായിരിക്കും പോവും. ഒന്നെങ്കിൽ നിസാർക്കാണ്ട് ഷെയ്ക്ക് കുടിക്കും, അല്ലെങ്കിൽ
പൊറോട്ട ചായക്കടയിൽ നിന്ന് കോപ്പറേറ്റീവ് ഹസ്ബൻഡിന്റെ മുന്നിലെ ചായക്കടയിൽ നിന്ന് പൊറോട്ട റോളും ചായയും. ഇതാണ് മെയിൻ നമ്മൾ, അല്ലെങ്കിൽ സീതാഫൽ ഷേക്ക്, ഈ മൂന്നിലേതെങ്കിലാണ് നമ്മുടെ മെയിൻ സ്ഥലം, മെയിൻ സ്പോട്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പോയി ചായലും കൂടെ ഇതിലാക്കി നമ്മളിങ്ങോട്ടൊക്കെ വരും. അത് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കാണാൻ ഭാഗ്യം ഉണ്ടാകുമെന്ന് അറിയില്ല. 12 മണിയൊക്കെ ആയാലും അതേപോലെ അതിൻ്റെ പിന്നെ ശേഷിച്ചായിരിക്കും അത് ഉണ്ടെങ്കിൽ തന്നെ വരിക. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും ഫസ്റ്റ് ഞാൻ വൈൻഡപ്പ് പറയാം, അഥവാ ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ നേടെയാം. ഓക്കെ, അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാകുന്ന വിചാരിക്കുന്നു. നമ്മൾ ഷോർട്സ് ഒക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട്. ഡെയിലി 1 or 2 വെച്ചിട്ട് തന്നെ ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും കാണാത്തതിനും കൂടി അത് കാണുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഹാപ്പി ഡേ, ബൈ ബൈ. ഓഫാക്കടാ, ഓഫാക്കടാ, ഞാൻ വിളിക്കാൻ വന്നത് ബിസ്ക്കറ്റാ. അപ്പൊ അതിന്റെ പിട്ടതിന് ശേഷം പിന്നെയും വീഡിയോ എടുക്കാണ്. അതെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ സമയം നോക്കിയാ 12:04 നമ്മളിപ്പാണ് പുറത്തേക്ക് പോകാൻ പോകുന്നത്. മാരിപ്പെരാന്തന്മാർ ഞാൻ പറഞ്ഞില്ലേ, ഇവനുണ്ട് ഒരു വിശപ്പ്, ഒരു പൊറോട്ട റോളി. ഇന്ന് വെച്ച് എനക്കുണ്ട് കുറേ ദിവസം ഐസ്ക്രീം എടുത്ത്. അപ്പം ഇന്ന് വീട്ടിൽ ഐസ്ക്രീമിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഐസ്ക്രീം തിന്നാൻ ഡാഫോഡിൽ തിന്നാൻ ഭയങ്കര ആഗ്രഹം. ഡാഫോഡിൽ, അപ്പം നമ്മളിന്ന് ഡാഫോഡിൽ തിന്നാൻ പോവാണ്. പ്ലസ് ഡാഫോഡിൽ ഉണ്ടാവും അറിയില്ല. 12:05 അതെ, ഷോപ്പ് ഉണ്ടാവുന്ന ഡാഫോഡിൽ ഉണ്ടാവുന്ന അറിയില്ല. പൊറോട്ട റോൾ ഉണ്ടാവും, അത് 2-3 മണി വരെ ഉണ്ടാവും, അത് സീനില്ല. അതെ, ഡാഫോഡിൽ ഉണ്ടാവുന്നില്ല. അതെ, അപ്പൊ നമ്മള് ഡാഫോഡിൽ ഉണ്ടാവുന്ന നമ്മളെന്തായാലും പോയി തിന്നിട്ടെ. നമ്മള് വടക്ക് വഴി പഠിക്കുന്നുണ്ടല്ലേ മുന്നോ. ശരിക്കും നമ്മൾ ഈ ന്യൂ ഇയറിന് എന്തെല്ലാം പറഞ്ഞു, ന്യൂ ഇയർ ഫുൾ റെസർവേഷൻ എടുത്തായിരുന്നു. നമ്മള് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യും. അത് പിന്നെ ഫുഡ് ഈ ഐസ്ക്രീം അങ്ങനത്തെ തിന്നുന്നില്ല, അങ്ങനത്തെ കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പക്ഷെ വേറെ കാര്യമുള്ള ഇന്ന് വരെ ഒരു കാര്യം നടന്നിട്ടില്ല. എനിത്തൊട്ടെങ്കിൽ എന്തെങ്കിലും നടത്തണം ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്ന് വരെ നന്ന എനിത്തൊട്ട് നമ്മള് നാളെ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ പോകാൻ പറ്റില്ല. നാളെ ഇപ്പൊ സമയം പറഞ്ഞ ഇനി ഉറങ്ങി എണീക്കാനും പറ്റുന്നില്ല. മാറ്റുന്നാളെ തൊട്ടിട്ട് അല്ല, നാളെ ഇന്നിപ്പോ ഇന്നായി. പക്ഷേങ്കില്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില്ല, കൈവെടുക്കുന്നു രാവിലെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട്. അതെ, അതുകൊണ്ട് ഓട്ടം നടക്കൂല. എന്തായാലും ബാക്കിയുള്ളതെങ്കിലും ചേർന്ന് വെക്കുന്നത്. എന്തായാലും നമ്മൾ പോട്ടെ, ലേറ്റ് ആയി കഥ പറഞ്ഞിരുന്നാല് എല്ലാം പൂട്ടി പോകും. അപ്പൊ നമ്മളിനി പോട്ടെ, പോവാ. അപ്പൊ നമ്മൾ പോട്ടെ. നമ്മൾ എന്താ ബൈക്കായിട്ട് എടുത്താൽ മുന്നേ കാറാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് ബൈക്ക് തന്നെയാണ്. നൈറ്റ് റൈഡെല്ലാം പോകുമ്പോൾ ഒരു ബൈക്ക് പോകുമ്പോൾ അന്നൊരു വൈബ്. ഞാൻ പറഞ്ഞു കാർ എടുക്കാന്ന്. പക്ഷെ എനിക്കിങ്ങനെ ഈ തണുപ്പത്ത് ബൈക്ക് പോകുന്ന വലിയ ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ ഓടിക്കുന്നൊക്കെ അതിന്റെ ഇത് മനസ്സിലാവും. ലോലിനോന്റെ ഒരു പൂച്ചയില്ല. 12 മണി ഓരോ പൂട്ടാൻ പോവാണ്. അന്നേരം ഇവിടെ ശപിച്ചിട്ടുണ്ടാവും. ഞാനപ്പോൾ അവൻ്റെ ആടിയില്ല, മീൻസ് എപ്പം പോകുന്നുണ്ടോ അവനെ അറിയാം. അപ്പം ഞാൻ അവനോട് ചോദിച്ച് കയറട്ടെ, അപ്പോൾ മന കയറിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് ആടുന്ന എൻ്റെ പൂതിക്ക് ഞാൻ ഇതിന്റെ ഡാഫോഡിൽ തിന്നാന്ന്. ഇവിടെ നിർബന്ധത്തിനാട്ടോ ഇവിടെ വന്ന തന്നെ. എനിക്ക് തിന്നാൻ പൂതിയായി പോയി, എന്താണെന്നറിയില്ല. ഇത് നമ്മൾ തിന്ന് ഇടക്ക്, പക്ഷെ എപ്പോൾ തിന്നില്ല, ഇടക്ക് തിന്നാന്ന്. അപ്പോൾ ഇത് തിന്നാൻ പൂതിയായിട്ട് ഞാനിങ്ങനെ നല്ലോണം തിന്നാണ്. മുന്നേ കുറച്ച് തന്നിട്ടില്ല, കാരണം എനിക്ക് പൊറോട്ട റോള് തിന്നാനല്ലോ. ഞാൻ പൊറോട്ട റോള് വേണ്ടെന്നെല്ലാം പറഞ്ഞ് ഞാൻ അത് നല്ലോണം എടുത്തെടുത്തു. അതാണ് കണ്ട, എനക്ക് വേണ്ടെന്ന സാധനം ഈടിയാന്നല്ലോ പൊറോട്ട റോള്. ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞെന്നാ അറിയാം, ഇനി നമ്മൾ ഇതെല്ലാം കുടിച്ചില്ല, ഇനിയൊന്നും വേണ്ട, പൊറോട്ട റോളൊന്നും തിന്നണ്ട, നമുക്ക് വീട്ടിൽ പോവാം, എനക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു പൊറോട്ട റോള് പറഞ്ഞു. പക്ഷേങ്കിൽ വേണ്ടെന്ന് അതുവരെ പറഞ്ഞ ആള് പിന്നെ ഒരു കൈയിട്ട് വയറിലാന്ന്. ഇവിടെ സുഖക്കട എപ്പം ഇങ്ങനെയാണ്, ആദ്യം എല്ലാം വേണ്ടെന്ന് പറയും, എന്നിട്ട് തിന്നും. പക്ഷെ ആ ഒരു തെറ്റാണ്. ഇതിന്റെ മണം അടിച്ചിട്ടാകുമ്പോൾ നമ്മൾ തിന്നു പോകൂലേ. നല്ല പൊറോട്ടയും അതിൻ്റെ മുകളിൽ മുട്ടയും പിന്നെ അത് ഇതെല്ലാം തിന്നിച്ചിട്ട് ചിക്കനും അങ്ങനത്തെ മയോണൈസ് എല്ലാം ഒരു സൂപ്പർ സാധനമാണ്. അങ്ങനെ ഇങ്ങനെ തിന്നുകൊണ്ട് പോകാൻ എടുക്കാം. എന്തായാലും തിന്ന്. അപ്പം ശരി, എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.